ഇപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി. അപ്പൊ ഞാൻ പുറത്ത്, ഇവൾക്ക് ഞാൻ സാരി എല്ലാം മേടിച്ചു കൊടുക്ക. എനിക്ക് സാരിൻ്റെ കെട്ടിയോ വാങ്ങിച്ചു തരും, എൻ്റെ അജീഷേട്ടൻ വാങ്ങിച്ചു തരും സാരി. അങ്ങനെ പറയൂ ബ്രോ. അപ്പം ഞാൻ പുറത്തായി. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഇതിൽ ആകെയുള്ളത് അഭയ് ബ്രോ മാത്രമേ ഉള്ളൂ. ആ ബ്രോനെയാണെങ്കിൽ ഇന്ന് കാണാനില്ലല്ലോ. ഓ ടിവിയാ, ആരാ നമ്മുടെ ഫോൺ പൊട്ടിച്ച്? ആരാ നമ്മുടെ ഫോൺ പൊട്ടിച്ച്? ഞാന് ആരെ പൊട്ടിച്ചു വെച്ച് പറയാ? ഞാന് പിന്നെ പറയട്ടെ, ചെയ്തൊക്കെ വേഗം പറഞ്ഞുതരും. ഹലോ, 5 പേരുണ്ടല്ലോ. ആരൊക്കെയാണ് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യൂ? എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവോ? എടാ അജീഷ്, ഇവൾ എന്നെ ജീവിക്കാൻ വിടുന്നില്ല. ഞാനും എൻ്റെ ശരത്തേട്ടനും ഇവൾക്ക് അസൂയ. തങ്കത്തിൻ്റെയും പൊന്നിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ. അജീഷിന് ഇതൊന്നും അറിയില്ല. പാവ അജീഷിനോട് ഞാൻ പറഞ്ഞപ്പോൾ അജീഷ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ്ടായിരുന്നു എന്താ സംഭവം വിചാരിച്ചിട്ട്. തങ്കത്തിൻ്റെയും പൊന്നിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാനിനി തങ്കച്ചേച്ചീനെ വിളിക്കുള്ളൂ. തങ്കച്ചേച്ചി, രമ്യ ചേച്ചിയല്ലേ ഇനി മുതൽ തങ്കച്ചേച്ചിയാണ്. തങ്കച്ചേച്ചി, തങ്കമ്മ. അതാണ് ഏട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? എൻ്റെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി പോയാൽ നമ്മുടെ കല്യാണം നടക്കില്ല. ജോലി ഇല്ലാത്തൊരു വിലയും ഉണ്ടാവില്ല. ജോലി ഇല്ലെങ്കിൽ നമ്മുടെ പൊന്നു, സോറി, നമ്മുടെ തങ്കച്ചേച്ചി നോക്കിക്കോളാം. ആ ഏട്ടാ, പോയി വരൂ. പക്ഷെ എന്താ ചെയ്യുക, എൻ്റെ ഒരു ലൈവ് കാരണം 2 പേർക്ക് ജീവിതം കിട്ടി. ധന്യമായി. ആര് വന്നാലും നമ്മളെ പിരിക്കാനാവില്ല. ഞാൻ പിരിച്ചിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ ഞാൻ ഇങ്ങനെ ആക്കിയിരിക്കും. മൃദു, വെറുതെ ടെൻഷൻ അടിക്കാതെ പൊന്നു ഒരു ലൈഫിൽ കാലെടുത്ത് വെച്ച് നോക്കട്ടെ. എൻ്റെ പൊന്നു അനീസ് ബ്രോ, ആ ചേച്ചിക്ക് 2 മക്കളുണ്ട്, ചോദിച്ചോക്കെ. പുതിയ ലൈഫിലേക്ക് കാലെടുത്തേക്കട്ടേന്നോ? ആദ്യമുള്ള ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. മൃദുല ഇനി എപ്പോഴാണ് ലൈവ് എന്ന് പറയണേ, ഞാൻ വരാം. പരമാവധി രാവിലെ ആക്കാമോ? അങ്ങനെയാണെങ്കിൽ ജോലിക്ക് മുമ്പേ ലൈവിൽ വരാമായിരുന്നു. എൻ്റെ വീട്ടിലത്തെ പണികളാരും ഒന്ന് ചെയ്യൂ, പൊന്നു വന്ന് ചെയ്യൂ. എനിക്ക് രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം, ചെറിയ ആളുടെ കാര്യം നോക്കണം, വീട്ടിലെ പണികൾ നോക്കണം. അതുകൊണ്ട് എനിക്ക് രാവിലെ ലൈവ് വരാൻ പറ്റില്ല ബ്രോ. പിന്നെ ഉച്ചയ്ക്ക് വരണം. ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ ഒരു 3-3:30 വരെയൊക്കെ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നോക്കണം. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് വന്നു. നാളെ വേണമെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് വരാം. എന്നെ സുത്തിവാരെ മുച്ചടിക്കാനും കണ്ണാലൊരു സാറെ പോട്ട്. കാഞ്ചനയും മൊയ്തീനും പോലെ അറബിക്കടലിൽ ഉപ്പുണ്ടെങ്കിൽ എനിക്കുള്ളത് എന്താണ്? അറബിക്കടലിൽ ഉപ്പുണ്ടെങ്കിൽ എനിക്കുള്ളതാ ശരത്തേട്ട. ഉപ്പുണ്ടെങ്കിലോ? ഉപ്പെല്ലാം മുളക് പൊടിയാ കടലിനുള്ളിലിരിക്കുന്നത്. അയ്യോ, അടുത്ത ആള് എൻ്റെ പൊന്നു